പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്രിസ്ത്യൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ കെട്ടഴിച്ച് സമ്മാനങ്ങൾ വാരിയെറിയാനുള്ള നമ്മുടെ പ്രേഷിത വാഹിനിയുടെ ജൈത്രയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വീരപഴശ്ശിയുടെ ചെറുത്ത് നിൽപ്പിൻ്റെയും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ അധികാര വാഴ്ചയുടെയും ടിപ്പുവിൻ്റെ പടയൊരുക്കങ്ങളുടെ എല്ലാം ചരിത്രമുറങ്ങുന്ന വയനാട്ടിലെ മണ്ണിലാണ്. കുടിയേറ്റക്കാരായ പൂർവികർ അഹോരാത്രം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തതുവഴി 1958 രൂപീകൃതമായ തൃശ്ശിലേരി സെയിന്റ് ജോർജ് ദൈവാലയത്തിലാണ് നമ്മുടെ MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത്. എത്ര ചരിത്ര സമ്പന്നമായ ഒരു ഇടവകയുടെ മുറ്റത്താണല്ലേ നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസും പാർട്ടിസിപ്പൻസും. എന്നാൽ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട നമ്മുടെ ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് ഇവർ 3 പേരുമാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യവും നമുക്ക് ഒരാളെ തന്നെയാണ് കയറ്റാൻ കഴിയൂ. ഇവരെ കാത്തു നിൽക്കുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ആ ഗെയിം എന്താണെന്ന് അറിയാൻ നമ്മുടെ ഓഡിയൻസും പാർട്ടിസിപ്പൻസും ഒരേപോലെ വെയിറ്റിംഗ് ആണ് അല്ലേ? നിങ്ങൾ റെഡി അല്ലേ ഗെയിം ഏതാണെന്ന് അറിയാനായിട്ട്? ഗെയിം നല്ല സിമ്പിൾ ഗെയിമാണ്. ഒരു ചെറിയ മെമ്മറി ടെസ്റ്റ്. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടൊക്കെയാണല്ലോ ക്വിസിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു മെമ്മറി ടെസ്റ്റ്. സ്ക്രീനിൽ നമുക്ക് കുറച്ച് വിശുദ്ധരെ കാണിക്കുന്നുണ്ട്. ഈ വിശുദ്ധരെ നിങ്ങൾ വളരെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ 10 സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിൽ ഗ്രഹിച്ചെടുത്തിട്ട് ആ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഞങ്ങൾ വേഗം ഓരോരുത്തർ വിളിച്ച് പറയിപ്പിക്കും. ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ പേര് പറയുന്ന ആള് ആരാണോ അയാളായിരിക്കും നമ്മുടെ പ്രേഷിത വാഹനയിൽ കയറാനായിട്ട് പോകുന്നത്. റെഡി അല്ലേ? അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് പറയുമ്പോഴേ നോക്കാൻ പാടും. അതുവരെ അങ്ങോട്ട് തിരിഞ്ഞോ. സോ ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. നോക്കിക്കോ. Your time ends now. Okay. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, മറിയം ത്രേസ്യ, അൽഫോൺസാമ. അടുത്ത ആള്. 3 വിശുദ്ധരെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് വേഗം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അൽഫോൻസാമ, കാർലോ അക്യുറ്റസ്, മറിയം ത്രേസ്യ. 4 വിശുദ്ധരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് ജോൺ പോൾ രണ്ടാമൻ, കാർലോ അക്യൂട്ടസ്, മറിയം ത്രേസ്യ, അൽഫോൻസാമ, വിശുദ്ധ ന്യൂമാൻ. 5 പേരുടെ എന്തോ കുറച്ച് കൂടുതൽ പറയണം എന്നുള്ളതുകൊണ്ട് അവൻ കറക്റ്റ് ഒരെണ്ണം കൂടുതൽ പറഞ്ഞു ബാക്കിയുള്ളവരെക്കാളും. അപ്പൊ സംശയിക്കേണ്ട ആരാണ് അടുത്തതായിട്ട് നമ്മുടെ ഇതിൽ കയറാൻ പോകുന്നത്? ജോയൽ ആണ്. ജോയൽ, സന്തോഷായില്ലേ? സന്തോഷായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്തതായിട്ട് വേറെ മത്സരം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം നിങ്ങൾ ആരാണ് അടുത്തായിട്ട് പ്രേഷിത വാഹനമായിട്ട് കയറാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം. ജോയൽ റെഡി അല്ലേ? റെഡിയാണ്. ആദ്യം ആ പ്രൊഫൈലും കണ്ടാലോ? ആ കാണാം.
എൻ്റെ പേര് ജോയൽ. ഞാൻ ഒരു കുടിയേറ്റ ഗ്രാമമായ പുതുശ്ശേരി എന്ന ഗ്രാമത്തിലെ സെന്റ് മേരീസ് ചർച്ച് പുതുശ്ശേരി ഇടവകക്കാരനാണ്. എന്നാൽ കൊണ്ട് കഴിയുന്ന മിക്ക ദിവസവും ഞാൻ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നത് എൻ്റെ കൊച്ചു കുടുംബമാണ്. പപ്പ, അമ്മ, ചേട്ടൻ എന്നവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. കൃഷിയെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ മാതാപിതാക്കളെയും കുടുംബവും നൽകിയതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായി ഞാൻ കണക്കാക്കുന്നത്. ആ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അനുഗ്രഹം നൽകിയതിന് ഞാൻ എപ്പോഴും ദൈവത്തോട് കടപ്പെട്ടവനുമാണ്. ഇപ്പൊ ജോയിലിന്റെ പ്രൊഫൈൽ നമ്മൾ കണ്ടു. ജോയലിനെയും നമുക്ക് ജോയിലിന്റെ ഹോബീസ് എന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയാനുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ക്വിസ് തുടങ്ങണം. അപ്പോൾ ജോയലെ, പ്രേക്ഷിത വാഹനത്തിൽ കയറിയാലോ? എന്നാ ഓടി കയറിക്കോ. റൂൾസ് എല്ലാം അറിയാലോ? 4 റൗണ്ട് ഉണ്ട്. ഇതില് ഏത് റൗണ്ടാണ് നമ്മളുടെ ജോയിലിന് ആദ്യം വേണ്ടത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ജെറുസലേം റൗണ്ടിൽ വരുന്നത്. ചോദ്യം കണ്ടാലോ? ചെപ്പേടുകൾ എന്നാൽ എന്ത്? ചോദ്യം ഇതാണ്, ചെപ്പേടുകൾ എന്നാൽ എന്ത്? 4 ഓപ്ഷൻസ് ആണ് ജോയലിനുള്ളത്. ഒരു ദേശത്തിന്റെ അധികാരിയായി ഒരു നാടുവാഴിയെ നിയമിച്ചുകൊണ്ടുള്ള രാജകീയ ഉത്തരവ്, മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം നൽകിക്കൊണ്ട് അന്നത്തെ രാജാക്കന്മാർ നൽകിയിരുന്ന ചെമ്പു പട്ടയങ്ങൾ, ഒരു ദേശത്തിന്റെ ചുമതലയുള്ള മെത്രാനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ഒരു നാടിന്റെ ധനവിനിയോഗത്തിനുള്ള ചെമ്പു നാണയങ്ങളിൽ അതിന്റെ മൂല്യം രേഖപ്പെടുത്തി നിർണയിച്ചു കൊണ്ടുള്ള ഉത്തരവ്. രണ്ടാമത്തെ ഓപ്ഷൻ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം നൽകിക്കൊണ്ട് അന്നത്തെ രാജാക്കന്മാർ നൽകിയിരുന്ന ചെമ്പു പട്ടയങ്ങളാണ് ചെപ്പേടുകൾ എന്നാണ് ജോയില് പറയുന്നത്. ഉറപ്പല്ലേ? ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. അപ്പൊ ആദ്യത്തെ ഉത്തരം ശരിയാക്കി കഴിഞ്ഞില്ല. ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, നോക്കാം. സവർണ ഹിന്ദുക്കളോടൊപ്പം മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരുന്ന ചെപ്പേടുകൾ എന്തെല്ലാം? അറിയില്ല. നമുക്ക് ഓഡിയൻസിന് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചാലോ? ഓഡിയൻസിന് ആർക്കെങ്കിലും ആൻസർ അറിയുമെങ്കിൽ നമ്മുടെ ജോയിലിന് ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ജോർജ് കൈപോക്കിയിട്ടുണ്ട്, വേറൊരു ചേച്ചിയും കൈപോക്കിയിട്ടുണ്ട്. ജോർജിന് സഹായം തരും, നമുക്ക് ചോദിക്കാം അല്ലേ? ജോർജ് എന്നാ ജോയിലിനെ സഹായിക്കാനായിട്ട് പോന്നോളൂ. ആൻസർ എന്താണ്? കാനായി ചെപ്പേട്, തരിശാപ്പള്ളി ചെപ്പേട്, വീരരാഘവ. ജോർജ് പറഞ്ഞിട്ടുള്ളത് 3 എണ്ണമാണ്. വീരരാഘവ പട്ടയം, തരിശാപ്പള്ളി ചെപ്പേട്, കനായി തോമ ചെപ്പേട്. എന്തായാലും നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഉത്തരം ശരിയാണ്. ജോർജ് പറഞ്ഞു കൊടുത്ത ജോയൽ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ ജോർജ് തന്നെ ജോയലിന് സമ്മാനവും കൊടുക്കട്ടെ. അങ്ങനെ ആദ്യത്തെ റൗണ്ട് അല്ലേ, നമ്മുടെ മുൻ പാർട്ടിസിപ്പന്റ് ജോർജ് ഹെൽപ്പ് ചെയ്തിട്ടാണെങ്കിലും ആദ്യത്തെ റൗണ്ടിന് ജോയൽ സമ്മാനം കൊണ്ടുപോയി. നല്ലൊരു കൈയടി നമ്മുടെ ജോയലിനൊന്ന് കൊടുത്തേ. ജോയലെ, എന്തൊക്കെയാണ് ജോയലിന്റെ ഹോബീസ്? എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ കീബോർഡ് വായിക്കുന്നത്, പിന്നെ ബുക്സ് വായിക്കും. കീബോർഡ് എത്ര നാളായി വായിക്കുന്നു? പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പഠിക്കുന്നുണ്ട്. 2-3 വർഷമായിട്ട് വായിക്കുന്നു. നല്ല മിടുക്കനാണെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു, ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിരിക്കുന്നത്? അമ്മയും പപ്പയും വന്നിട്ടുണ്ട്. അമ്മയും പപ്പയാണ് വന്നിരിക്കുന്നത്. അവരോട് വന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോവാം. ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് വേണ്ടത്? ജെറീക്കോ റൗണ്ടാണ്, വിഷ്വൽ റൗണ്ടാണ്. ഒരു വീഡിയോ നമ്മുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യും. ആ വീഡിയോ വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക, കേട്ടിരിക്കുക. അവിടെ ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ട്, ജോയലിന് അത് യൂസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതിൽ നിന്നും കുറിച്ചെടുക്കാവുന്നതാണ്. ഒറ്റ പ്രാവശ്യം മാത്രമേ വീഡിയോ നമ്മൾ കാണിക്കുകയുള്ളൂ. അതിൽ നിന്ന് വേണം ഉത്തരം പറയാനായിട്ട്. എൻ്റെ പേര് ഫാദർ ജേക്കബ് ഞാറോലിക്കൽ MST. ഞാനിവിടെ അർക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 1.5 വർഷമായി ജോലി ചെയ്യുകയാണ്. നമുക്കിവിടെ ഒരു സ്കൂളുണ്ട്. ഏകദേശം 850ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തോടനുബന്ധിച്ച് 160ഓളം
സ്വയം സേവാ സംഘങ്ങൾ മഹിളകൾക്കായി നടത്തുന്നുണ്ട്. 20 ഗ്രാമങ്ങളിലായി 5 കോർഡിനേറ്റർമാരുടെ സാന്നിധ്യത്തിലാണ് അത് നടക്കുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള സഹായങ്ങളും നിർദ്ദേശവും തരുന്നത് ബഹുമാനപ്പെട്ട ഹബി മാളിയേക്കൽ അച്ഛനാണ്. അച്ഛൻ ഈ സ്ഥാപനത്തിൻ്റെ പരിധിയിലാണ് എങ്കിലും അച്ഛനാണ് അതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും സമയാസമയങ്ങളിൽ ഇവിടെ വരികയും അവർക്ക് വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ഈ സംഘങ്ങളിലൂടെ നമ്മൾ നടത്തുക അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മ എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ്. പിന്നെ ഈ ഗ്രാമങ്ങളിൽ നമുക്ക് 19 സ്ഥലത്ത് ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നുണ്ട്. അവിടെ ഏകദേശം 25 മുതൽ 30 വരെയുള്ള കുട്ടികൾ ഈ 19 സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓരോ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഇവിടെയുള്ള ഗ്രാമങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഈ സ്ഥലത്തുള്ള ഭാഷ കന്നഡയാണ്. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുമുള്ള പുരോഗമനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇവരെ സഹായിക്കുന്നുണ്ട്. അവരെ തിരിച്ച് നമ്മളോട് നല്ല സഹകരണമാണുള്ളത്. നമുക്ക് ചോദ്യം കണ്ടാലോ? ഫാദർ ജേക്കബ് ഞാറോലിക്കൽ എവിടെയാണ് സേവനം ചെയ്യുന്നത്? ഫാദർ ജേക്കബ് ഞാറോലിക്കൽ എവിടെയാണ് സേവനം ചെയ്യുന്നത്? കർണാടകയിൽ എവിടെയാണ്? പ്രത്യേക ഒരു സ്ഥലം പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ. അറിയില്ല. ഓഡിയൻസിന് ആർക്കെങ്കിലും അവിടെ ഒരു ചേച്ചി കൈപൊക്കി. ശരിയാകോ എന്ന് അറിയില്ല എന്നാണ് ചേച്ചി പറയുന്നത്. എന്നാലും വന്നോളൂ ചേച്ചി, നമുക്ക് ഉത്തരം പറഞ്ഞു നോക്കാം. ക്ലിയർ ആയില്ല, എന്നാലും അർക്കല എന്നാണ് തോന്നുന്നത്. ഏകദേശം ഒരു സംശയ രൂപേണയാണെങ്കിലും ഇതിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്തേക്കാം. അർക്കരെ. അപ്പോൾ ഏകദേശം ഉത്തരം ചേച്ചി ശരിയാക്കിയിട്ടുണ്ട്. ഉത്തരം നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പൊ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാം. ചേച്ചിക്ക് 2ാമത്തെ പ്രാവശ്യമല്ലേ സമ്മാനം കൊണ്ടുപോകുന്നേ. അപ്പൊ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാം. ഒരു കാര്യം ചെയ്യും, ജോലി തന്നെ ആ സമ്മാനം ചേച്ചിക്ക് കൊടുത്തേക്ക്. അതാരാ ജോയലെ? എൻ്റെ അമ്മയാണിത്. വെറുതെ അല്ല ആൻസർ പറഞ്ഞതേ. കണ്ടോ, സമ്മാനം ദേ ജോലിന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ജോയിലാണ് പഠിപ്പിച്ചു കൊടുത്തേ അല്ല? ഇതിപ്പോ 2ാമത്തെ സമ്മാനം അമ്മയുടെ കയ്യിലിരിക്കുന്നത്. മകന് സമ്മാനം കിട്ടിയില്ലെങ്കിലും ഞാൻ വീട്ടിലേക്ക് സമ്മാനം കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ വന്നിരിക്കുന്നത് അല്ലേ? കണ്ടോ, അതേ ജോലി തലയാട്ടി. അപ്പൊ നല്ലൊരു കൈയടി ചെറു കുടുംബത്തിനൊന്ന് കൊടുത്തേ. അപ്പോ അമ്മയ്ക്ക് സീറ്റിലേക്ക് മടങ്ങാം, ജോയിലിനെ തിരിച്ച് പ്രേക്ഷിത വാഹനത്തിലിട്ട് കയറാം. ഈ ഒരു സമയമില്ലേ, എന്തായാലും നമ്മുടെ ജോയിൽ അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? അതെ, ജോയിലിന് കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് കൊടുക്കാം. ഈ സമയം നമുക്കൊരു പാട്ട് കേട്ടാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കേൾക്കാൻ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആരാ പാട്ട് പാടാനായിട്ട് എത്തുന്നേ? മാനന്തവാടി സെയിന്റ് പീറ്റർ ആൻഡ് പോൾ ഫൊറോന പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കൊച്ചു മിടുക്കിയാണ് ഹെൽന. വളരെ സ്നേഹത്തോടെ ഹെൽനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കുഞ്ഞു മന്നയായി അകതാരിൽ നിറയാൻ നീ വാവാ പൊന്നീശോയേ. ഒരു കുഞ്ഞപ്പമായി ആത്മാവിലലിയാൻ വാവാ എന്നീശോയേ. ആദ്യമായി
പൂവിൽ സ്വീകരിച്ചിടാൻ ഓർമ്മ വച്ച നാൾ മുതലേ ഞാൻ കൊതിച്ചതാ നവ്യ സ്നേഹമെന്നും എന്നിൽ നീ നിറയ്ക്കണേ എൻ്റെ കുഞ്ഞു ജീവിതത്തെ നീ ഒരുക്കണേ ഓ ദിവ്യ കാരുണ്യമേ കുഞ്ഞു മാനസത്തിൽ വാഴുമേശുവേ എൻ്റെ കൊച്ചു നൊമ്പരങ്ങൾ ഓർത്തിടേണമേ നീ ചൊരിഞ്ഞ നന്മകൾക്കു നന്ദിയേകുവാൻ കാത്തു കാത്തിരുന്നു നിന്നെ ഒന്നു കാണുവാൻ ഓ ദിവ്യ കാരുണ്യമേ നാവിലലിയും കാരുണ്യമായി ഈശോ നീ വരണേ ഹൃത്തിനുള്ളിൽ വാഴുവാൻ ഈശോ നീ വരണേ നാവിലലിയും കാരുണ്യമായി ഈശോ നീ വരണേ ഹൃത്തിനുള്ളിൽ വാഴുവാൻ ഈശോ നീ വരണേ. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടു. അങ്ങനെ ആ ഒരു ഗാനത്തിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഓഡിയൻസ്. നോക്കിക്കേ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആഹാ ആഹാ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയൊക്കെ മുഖത്തേക്ക് ഒന്ന് നോക്കി, ആ പിള്ളേരുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കിക്കേ. അതേ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവർക്കുള്ള ആ ചോദ്യം അങ്ങ് കൊടുത്തേക്കാം. അതെ, ആ ചോദ്യത്തിന് വേണ്ടി കുറച്ചുകൂടി സന്തോഷമായില്ലേ? അങ്ങനെയാണ് ചോദിച്ചോട്ടെ. 2007 ഓഗസ്റ്റ് 21 മാനന്തവാടി രൂപത വിഭജിച്ച് കർണാടകയിലെ ഷിമോഗ ജില്ല ഉൾപ്പെടുത്തിയുണ്ടായ രൂപത ഏത്? രണ്ടുപേര് കൈപൊക്കിയിട്ടുണ്ട്. രണ്ടുപേരും എനിക്ക് തോന്നുന്നു ആ അപ്പച്ചനെ വിളിക്കാം അല്ലേ? നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. ആൻസർ എന്താണ്? മാണ്ഡ്യ രൂപത. മാണ്ഡ്യ രൂപത ഉറപ്പാണോ? വേറെ ആർക്കെങ്കിലും വേറെ? ഇവിടെ 2, 3, 4 കുറേ പേര് കൈപൊക്കിയിട്ടുണ്ട്. സിസ്റ്ററും ജോർജും നേരത്തെ ആൻസർ പറഞ്ഞ് സമ്മാനം കൊണ്ടുപോയതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ചേച്ചി പോന്നോ? ഉത്തരം കറക്റ്റ് ആണോന്ന് അറിയില്ല, തെറ്റിയാലും കുഴപ്പമില്ല. ഭദ്രാവതി രൂപതയാന്ന് തോന്നുന്നു. ഭദ്രാവതി രൂപതയാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. രൂപത. ഇനി വേറെ ആൻസർ? ചേട്ടൻ പറഞ്ഞു അതാണെന്ന്. ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ ശരിയാണ്, ഭദ്രാവതി രൂപത. ചേച്ചിക്ക് സമ്മാനം വേണ്ടേ? സമ്മാനം വേണം. ചേട്ടന് വിഷമമൊന്നുമില്ലല്ലോ? ചേട്ടനെ കൂടെ നമുക്ക് ആ സമ്മാനം കൊടുപ്പിക്കാം അല്ലേ? ഉത്തരം തെറ്റിപ്പോയെങ്കിലും ചേട്ടനും ഇപ്പൊ സന്തോഷമായി, ചേച്ചിക്കും സന്തോഷമായി അല്ലേ? ഇത് രണ്ടുപേർക്കും സന്തോഷമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോയിൽ കുറച്ചു നേരം ഈ പ്രേക്ഷിത വാഹനയിൽ നിൽക്കുന്നു. ടയേർഡായോ? ഇല്ലില്ല. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? മൂന്നാമത്തെ റൗണ്ടാണ്. ഏത് റൗണ്ട് വേണം? തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. സെന്റ് തോമസ്, മിഷൻ, അങ്ങനെ 2 ഓപ്ഷനാണുള്ളത്. സെന്റ് തോമസ് ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം നോക്കാം. ജപ്പാൻ സന്ദർശിച്ച ആദ്യ മിഷനറി ആര്? 4 ഓപ്ഷനാണുള്ളത്. വിശുദ്ധ മിഷേൽ റുഖേരി, വിശുദ്ധ ജോസഫ് വാസ്, വിശുദ്ധ മത്തയോ റിച്ചി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഉറപ്പാണോ? നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയടി എന്ന് പറയേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ ഓഡിയൻസ് കൈയടിച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. തോമസ് ലീഹ സ്ഥാപിച്ച പാലയൂർ പള്ളി ഇന്ന് ഏത് രൂപതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തോമസ് ലീഹ സ്ഥാപിച്ച പാലയൂർ പള്ളി ഇന്ന് ഏത് രൂപതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ. തൃശ്ശൂർ ഉറപ്പാണ്.
നമുക്ക് ഉത്തരം ചെക്ക് ചെയ്താലോ? തൃശ്ശൂർ, ഉത്തരം ശരിയാണ്. അങ്ങനെ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും ജോയിൽ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സമ്മാനം വേണ്ടേ? സമ്മാനം കൊടുക്കാം. ഒരു പാട്ട് കേട്ടു. ഇനി വേറെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കൂടി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. ഏതാണ്? ആരാണ് വരുന്നത്? നല്ലൊരു മാർഗം കളിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കണിയാരം സെയിന്റ് ജോസഫ് കത്തീഡ്രൽ ഇടവകയുടെ അമ്മമാരാണ്. നമുക്ക് വളരെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം. നിറ കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി കൊടുത്തേ. നമ്മുടെ അമ്മമാര് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് വേണ്ടി മാർഗംകളി അവതരിപ്പിച്ചത്. നല്ലൊരു കൈയ്യടി നമുക്ക് അവർക്ക് ഒന്നുകൂടി കൊടുക്കാം. നല്ല ഓഡിയൻസ്, എനിക്ക് ഇഷ്ടമായി ഇവരങ്ങോട്ട്. അത് നമ്മൾ പറയുന്നതിന് മുൻപേ അവർ കൈയടിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജോയിലേക്ക് കാത്തിരിക്കുകയാണ്. ജോയിലെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അവശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ്. 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഏത് വിശുദ്ധരെയാണ് അല്ലെങ്കിൽ വിശുദ്ധയെയാണ് ജോയിൽ തിരഞ്ഞെടുക്കുന്നത്? അൽഫോൺസാമയെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചോദ്യം കണ്ടാലോ? അൽഫോൺസായുടെ ആത്മീയ പിതാവ് ആര്? ലൂയിസ് അച്ഛൻ. ഉറപ്പാണ്? ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ബഹുമാനപ്പെട്ട ലൂയിസ് പെരുമയിൽ അച്ഛനാണ്. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലും ശരിയായ ആൻസർ പറഞ്ഞ് ജോയിലെ സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം കൊടുത്തേക്കാം. നാല് റൗണ്ട് ജോയിലിന്റെ അവസാനിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ഓഡിയൻസ് റൗണ്ട് കൊടുത്താലോ? അതെ, ജോയിലിനൊരു ജനറൽ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ ജോയിൽ വെയിറ്റ് ചെയ്യും, നമ്മുടെ ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: തൃശ്ശിലേരി സെന്റ് ജോർജ് പള്ളി സ്ഥാപിതമായ വർഷം. പിന്നെ നമ്മുടെ ചേച്ചി അവിടെ കൈപൊക്കി. നമുക്കെന്നാ വിളിച്ചാലോ?
ചേച്ചി തന്നെ പറഞ്ഞു ആ കുട്ടിക്ക് ചാൻസ് എടുത്തോളാൻ. അതിനാണെങ്കിൽ മോള് പോരെ. വേറെ ആൻസർ എന്തെങ്കിലും? ഭയങ്കര ടെൻഷൻ അടിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പച്ചന്മാര് കൈയടിച്ചും തുടങ്ങി. ആൻസർ കറക്റ്റ് ആണ്, 1958. അപ്പൊ ആ സമ്മാനം അങ്ങ് കൊടുത്തേക്കാം. നാല് റൗണ്ട് ജോയലിന്റെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെയാണ് ജോയലിനെ കാത്തു നിൽക്കുന്നത്. ജോയൽ, നമുക്ക് ആ ജനറൽ ക്വസ്റ്റ്യൻ കേട്ടാലോ? പരിശുദ്ധ കന്യകാമാതാവിന്റെ നാമധേയത്തിൽ പുതുശ്ശേരി സ്വതന്ത്ര ഇടവകയായി ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത് എന്ന്? 1994 മെയ് 5. ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞേക്കട്ടെ. ആൻസർ കറക്റ്റ് ആണ്, 1994 മെയ് 5. ഒരു കയ്യടി കൊടുത്തേ. അങ്ങനെ 7 ചോദ്യവും ജോയൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ചോദ്യം ചെറുതായിട്ടൊന്ന് തെറ്റി, പക്ഷേ കുഴപ്പമില്ല, അമ്മ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് സമ്മാനം. അങ്ങനെയാണെങ്കിൽ ആ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ജോയൽ താഴത്തേക്ക് ഇറങ്ങിക്കോളൂ. നേരത്തെ അമ്മ വന്ന് 2 സമ്മാനം കൊണ്ടുപോയി. അപ്പച്ചനൊരു ഉത്തരം അല്ലേ, ശരി തെറ്റിപ്പോയല്ലേ, പക്ഷെ എന്നാലും ജോയലിന് വേണ്ടി മുന്നോട്ട് വന്ന്. ഇന്ന് നമുക്ക് അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് ജോയലിനെ പറ്റി കുറച്ച് നല്ല വാക്കുകളൊക്കെ ഒന്ന് കേട്ടാലോ? ജോയലിനെ പറ്റി എന്താണ് ഈ അവസരത്തിൽ അപ്പച്ചന് പറയാൻ തോന്നുന്നത്? ജോയലിന്റെ മുഖത്ത് നോക്കുകയാണ്, എന്താ ഞാൻ പറയണ്ടേ? നല്ലത് പറഞ്ഞോ ജോയലിനെ കുറിച്ച്. അതെ, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഏത് പറയണമെന്നാണ് ചോദിച്ചത്. ജോയലിനെ പറ്റി പറയുകയാണെങ്കിൽ ജോയല് മറ്റു നമ്മൾ ദോഷമായിട്ടൊന്നും പറയാൻ കഴിയില്ല. അവനെ പള്ളിയുടെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യത്തിലും എല്ലാം നമ്മുടെ പഠിത്തത്തിന് വിദ്യാഭ്യാസപരമായ കാര്യത്തിലും എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാം അമ്മയെ സഹായിക്കുന്നു. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. വീട്ടിലെ പെൺകുട്ടികളില്ല, അപ്പോൾ അതുപോലെ ക്ലീനിങ് കാര്യത്തിലും എല്ലാത്തിനും അമ്മയെ സഹായിക്കും. അതുപോലെ എല്ലാം അവനെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാ കാര്യത്തിലും ചെയ്യാറുണ്ട്. ജോയില് നിസ്സാരക്കാരനൊന്നല്ല, മിടുക്കനാണ്. നമുക്ക് സമ്മാനം മേടിച്ചപ്പോൾ തന്നെ അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോയിലിനെയും അപ്പച്ചനെയും അമ്മച്ചിനെയും സീറ്റിലേക്ക് മടക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. 1-ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാക്സിമം ഇല്ലൂത്ത് എന്ന തന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള വിശ്വാസത്തിന്റെ പ്രചാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: പ്രേക്ഷിത പ്രവർത്തനം എന്നത് അതിനുവേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവനുമായി അർപ്പിച്ച ഏതാനും മിഷണറിമാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കൂടിയാണ്. 3 വഴികളാണ് പാപ്പ നമുക്ക് പറഞ്ഞു തരുന്നത്: പ്രാർത്ഥന, ദൈവവിളി, പ്രോത്സാഹനം, സാമ്പത്തികമായ സഹായം. ഈ 3 കാര്യങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനയ